എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതാണ് കേട്ടോ കല്ലേപ്പരുത്തി അട. ഇത് പഴയകാല ഒരു നാടൻ വിഭവമാണ്. പണ്ട് കാലത്ത് നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈ ഒരു അടയായിരിക്കും കേട്ടോ എപ്പോഴും. പക്ഷെ അന്ന് ഇത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, ഭയങ്കര വെറുപ്പായിരുന്നു. ഇന്നിപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതാ ഇങ്ങനെ പഴുത്തൊരു ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം അല്ലെങ്കിൽ സാധാരണ പഴം എടുത്താലും മതി. എന്നിട്ട് ആ പഴം നമുക്കിതിലേക്ക് ഒന്ന് മുറിച്ചിട്ടെടുക്കാം, ഒരു ബൗളിലേക്ക് മുറിച്ചിട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. നിങ്ങളുടെ നാട്ടിൽ ഈ അടയ്ക്ക് എന്താ പറയണത്? ഞങ്ങളുടെ നാട്ടിൽ കല്ലേപ്പരുത്തി അടയെന്നാണ് കേട്ടോ പറയുന്നത്. ഇത് വേണമെങ്കിൽ വാഴയിലയിൽ വേണമെങ്കിൽ വെച്ചിട്ട് കല്ലേലൊന്ന് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് നാളികേരം ചേർക്കണില്ല കേട്ടോ. നാളികേരത്തിന് ഇവിടെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് നമ്മൾ നാളികേരം ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം ചേർക്കാം. ഇനി ഇതിലേക്ക് 2-3 സ്പൂണ് ജാഗിരി പൗഡർ, ശർക്കരപ്പൊടി. അപ്പോൾ ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ പാൽ മാത്രമായിട്ടാണ് കേട്ടോ ഇതിൽ ഒഴിച്ചെടുത്ത് കുഴച്ചെടുക്കുന്നത്. കാരണം നമ്മളിതിലേക്ക് നാളികേരം ചേർക്കണില്ലല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പാൽ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പണ്ട് നമ്മളിതിൽ കുറച്ചൊരു വെള്ളം കൂടിയൊക്കെ ചേർത്താണ് കേട്ടോ കുഴച്ചെടുക്കാറ്. അപ്പോൾ മാവ് ഇതേ രീതിയിൽ വിട്ട് വരുന്ന രീതിയിലും വേണം കുഴച്ചെടുക്കാൻ. അധികം ലൂസായി പോവാതെ ഇതേ രീതിയിൽ വിട്ട് കിട്ടുന്ന രീതിയിൽ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ദോശക്കല്ല് വെച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അല്പം നെയ്യൊന്ന് തടവി കൊടുക്കണം. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ചേർത്താലും മതി. നെയ്യ് ചേർക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ നല്ലപോലെ ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കൈ അടക്കി നനച്ച് കൊടുക്കുകയാണെങ്കിൽ കയ്യിലേക്ക് മാവ് ഒട്ടില്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ കനം കുറച്ച് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ഒന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ഇരുന്നിട്ട് 2 വശം മൊരിച്ച് നമുക്കെടുക്കാം. പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളാണ്. ഈവനിങ് സ്നാക്ക് മാത്രമല്ല, മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇതും കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. എന്നാൽ ശരി, നല്ല വിഭവങ്ങളായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.